ബി.ജെ.പിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി യുവജന നേതാക്കളെ മറ്റു പാർട്ടികളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലാണ് അത്തരം നീക്കങ്ങൾ നടക്കുന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ കൊണ്ടുവന്നു. ഇന്ന് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന ഗോകുലിനെയാണ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് രാവിലെ വരെ CPM ആയിരുന്ന ഒരാൾ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഉച്ച സമയത്ത് BJP ആയത്? ഇന്ന് രാവിലെ വരെ CPMൻ്റെ ചുമതലകളിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സാണ്. കഴിഞ്ഞ കുറേ നാളുകളായി BJPയുടെ ആശയത്തോടും സംഘടനയോടും ഒപ്പമാണ് എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും. പക്ഷേ പ്രവർത്തനം CPMിലായിരുന്നു. CPMൽ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ചുമതലകളുണ്ട്. ചുമതല എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിലുണ്ടായിരുന്ന ചുമതല, ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്ന ചുമതല ഏതൊക്കെയാണ്? ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ഏത് ബ്രാഞ്ചാണ്? കൊടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റിയിലെ മണ്ണടി ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. കൊടപ്പനക്കുന്ന് LC മെമ്പർ. അതെ. SFIയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സഹഭാരവാഹിയും ആയിരുന്നു, പ്രവർത്തിച്ചിരുന്നു. ഇന്ന് ഈ സമയത്താണോ BJPയിലേക്ക് ചേരണം എന്ന ആഗ്രഹം വന്നത്, അതോ കുറേ കാലമായി BJP ആയിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്? കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് തന്നെ BJPയുടെ നേതൃത്വവുമായിട്ടും പ്രാദേശികമായിട്ടുള്ള എൻ്റെ വീട്ടയൽപക്കങ്ങളിലുള്ള BJP പ്രവർത്തകരുമായിട്ടൊക്കെ വ്യക്തിബന്ധം എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ കുറച്ച് സജീവമായി ഉണ്ടായിരുന്നു. അപ്പോൾ അവരാരും എന്നെ BJPയിലോട്ട് ക്ഷണിച്ചിട്ടില്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും മുരളീധരൻ ചേട്ടനാണെങ്കിലും അവരൊന്നും നീ BJP വാ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരുമായിട്ടുള്ള വ്യക്തിബന്ധം, സമ്പർക്കം, അതുപോലെ തന്നെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണല്ലോ. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ശരികൾ എന്താണ് എന്നുള്ളത് കൃത്യമായി വീക്ഷിക്കും. നേരത്തെ CPMൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചില്ലേ, ഈ ശരി എന്താണ് ശ്രദ്ധിച്ചില്ലേ എന്ന് വേണമെങ്കിൽ മറുചോദ്യം ചോദിക്കാം. കുറച്ച് ഈ CPMൻ്റെ പ്രവർത്തനങ്ങളും SFIയുടെ പ്രവർത്തനങ്ങളുമായി സജീവമല്ലാത്ത ഒരു കുറച്ച് സമയമുണ്ടായിരുന്നു, കുറച്ച് മാസങ്ങൾ. ഏതൊരു മനുഷ്യനും ഒരു എന്താ പറയുക, എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. ഒരു പുനർചിന്തനം അല്ലെങ്കിൽ ഒരു ബോധം മനസ്സിലുണ്ടാകുന്ന നമ്മൾ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്കും ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു സീസൺഡ് രാഷ്ട്രീയക്കാരനല്ല. നിങ്ങൾ അങ്ങനെ എൻ്റെ അടുത്ത് എന്നെ കാണുകയും ചെയ്യരുത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പ്രവർത്തകനായി, SFIയുടെ പ്രവർത്തകനായി, ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായി സാധാരണ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എൻ്റെ വിദ്യാഭ്യാസത്തോടൊപ്പം SFIയുടെയും DYFIയുടെയും CPMൻ്റെയൊക്കെ പ്രവർത്തകനായി വന്ന ആളാണ്. അത് കുടുംബ പശ്ചാത്തലമാണ്. ഞാൻ ചൂസ് ചെയ്ത പാർട്ടിയല്ല CPM, എന്നെ ചൂസ് ചെയ്ത പാർട്ടിയാണ്. പക്ഷേ എൻ്റെ സംശയം, മനസ്സിൽ BJP വെച്ചിട്ട് പ്രവർത്തന മണ്ഡലത്തിൽ CPM ആവുക, ഒരു കമ്മ്യൂണിസ്റ്റ് ആവുക എന്നത് സാധ്യമായ ഒരു കാര്യമാണോ? ഉറപ്പായിട്ടും സാധ്യമായ കാര്യമാണ്. ചുമതലകൾ നമ്മൾ വന്നു ചേരുന്നത് ഉത്തരവാദിത്തങ്ങളാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങുന്നതല്ല. നമ്മൾ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, കുടുംബ സാഹചര്യങ്ങൾ, വീടും കുടുംബവുമുള്ള പശ്ചാത്തലം, നാട്, ഇതൊക്കെയാണ് നമ്മൾ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. രാഷ്ട്രീയം പൂർത്തിയാക്കട്ടെ. രാഷ്ട്രീയം നമ്മൾ ഒരിക്കലും എവിടെയെങ്കിലും പോയി നമ്മൾ കോഴ്സ് പഠിച്ചിട്ട് രാഷ്ട്രീയത്തിൽ വരുന്നവരല്ല. നമ്മളെ പശ്ചാത്തലമാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ആളുകളായിരുന്നതുകൊണ്ടും എൻ്റെ ബന്ധുക്കൾ അങ്ങനെ ആയിരുന്നതുകൊണ്ടും ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ CPM ആണ് ശക്തി എന്നുള്ളതുകൊണ്ടും അവരുമായിട്ടാണ് ബന്ധം. കുഞ്ഞു മുതലേ ഒരു ബാലസംഘം പ്രായം മുതലേ ബന്ധം അവരായതുകൊണ്ടും ഞാൻ ഒരു SFI പ്രവർത്തകനും DYFIയും ബാലസംഘവും CPM ഒക്കെ ആയി മാറി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ വളരും തോറും നമ്മളെ ബുദ്ധിയും വളരണമല്ലോ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ അതിന് ആ ബുദ്ധി വളരുന്നതിന് പശ്ചാത്തലമാവുമല്ലോ. അപ്പോൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നാടിനെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നാടിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. നമ്മൾ വിദ്യാർത്ഥിയും കൂടെ ആണല്ലോ. അപ്പോൾ ഈ പഠനം എന്നെ BJPയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതായത് ബുദ്ധി വളർന്നപ്പോൾ CPM അല്ല ശരി, BJP ആണ് ശരിയെന്ന് എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സെന്ന് പറയും. 10 വയസ്സിൽ ഞാൻ ബാലസംഘത്തിൻ്റെ വില്ലേജ് സെക്രട്ടറിയാണ്, എൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി 5ാം ക്ലാസ്സിൽ. ബാലസംഘം അങ്ങനെയാണല്ലോ. +2 പഠിക്കുമ്പോൾ SFIയുടെ ഏരിയ സെക്രട്ടറിയാണ്. ലോ അക്കാഡമി ഉൾപ്പെടുന്ന പേരൂർക്കട ഏരിയയുടെ സെക്രട്ടറിയാണ് എൻ്റെ ഒരു 17ാമത്തെ വയസ്സിൽ. 17ാമത്തെ വയസ്സിലാണ് SFIയുടെ ജില്ലാ കമ്മിറ്റി ഞാൻ വരുന്നത്. 24ാമത്തെ വയസ്സിലാണ് ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡൻ്റൊക്കെ ആവുന്നത്. അപ്പോൾ ഈ പ്രായം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 24 വയസ്സുകാരൻ ഇതൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഒന്നും ആവുന്നതല്ല. സീസൺഡായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടൊന്നും ആവുന്നതല്ലല്ലോ. നമ്മുടെ ജീവിതയാത്ര, നമ്മളെ പഠനം, നമ്മുടെ കുടുംബം ഇങ്ങനെ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിനിടയിൽ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലും ഉണ്ടായിരുന്നു, സെനറ്റിലും സിൻഡിക്കേറ്റിലും ഉണ്ടായിരുന്നു.
അത് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, താങ്കൾ BJP-യിൽ ചേർന്ന സമയത്ത് നമ്മൾ SFI നേതൃത്വത്തിൽ താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്ന ഇപ്പോൾ ലീഡർഷിപ്പിലുള്ള ആളുകളോട് ഇതിൽ എന്താണ് സംഭവം എന്നറിയാൻ വിളിച്ചപ്പോഴാണ് താങ്കളെ SFI-യിൽ നിന്ന് ആ ഘട്ടത്തിൽ പുറത്താക്കിയതാണ് ചില പ്രശ്നങ്ങളുമായി സംസ്കൃത കോളേജിൽ, ഇപ്പോൾ നമ്മൾ തുറന്നു പറയുകയാണ്, സംസ്കൃത കോളേജിൽ മദ്യപിച്ച് ഡാൻസ് കളിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയതാണ് എന്നാണ് പറയുന്നത്. അന്ന് എന്താണ് സംഭവിച്ചത്? എനിക്ക് 2023 തുടക്കത്തിലാണ് ഈ പറഞ്ഞ ഒരു പ്രശ്നമുണ്ടാകുന്നത്. വ്യക്തിപരമാണത്, വ്യക്തിപരമായിട്ടുള്ള ആക്രമണമായിരുന്നു. ഞാൻ നേരത്തെ ഇവിടെ സ്വീകരണ യോഗത്തിൽ ഞാൻ സംസാരിച്ചതാണത്. എനിക്കത് ഇതുവരെയും ഒരു പൊതുസമൂഹത്തിന് എന്താണ് എൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയാൻ അവസരം കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് റിപ്പോർട്ടറാണ് എൻ്റെ അടുത്ത് അത് ചോദിക്കുന്നത്. അത് ഇതിൻ്റെ മെറിറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ പശ്ചാത്തലം പറയാം. ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറി ആവുന്നത് തിരുവനന്തപുരത്ത്, നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് CPM-നകത്ത് ഏതൊക്കെ ചേരിയാണെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഈ ചേരിയുടെ ഒന്നും ഭാഗമായിട്ടല്ല. അന്ന് SFIക്കകത്തും CPM-നകത്തും വന്ന ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ജില്ലാ സെക്രട്ടറി ആക്കുന്നത്. അല്ലെങ്കിൽ 24 വയസ്സുകാരൻ SFIയുടെ ജില്ലാ സെക്രട്ടറി ആവില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഭാവിയിൽ ലഭിക്കുമായിരുന്ന, പ്രത്യേകിച്ച് അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയൊക്കെയാണ്. അപ്പോൾ അന്നത്തെ പ്രതിസന്ധിയൊക്കെ അറിയാലോ. അപ്പോൾ ഭാവിയിൽ എനിക്ക് ലഭിച്ചേക്കുമായിരുന്ന അല്ലെങ്കിൽ ലഭിക്കേണ്ടിയിരുന്ന ചുമതലകളും അല്ലെങ്കിൽ സാഹചര്യങ്ങളുമൊക്കെ എന്നെ ഈ ചുമതലയിൽ കാണാൻ ഇഷ്ടമില്ലാതിരുന്ന ഒരു ടീമുണ്ട്. അതായത് വെട്ടി, അതെ, ആ വെട്ടലിൻ്റെ ഭാഗമായിട്ട് ആ വെട്ടലിൻ്റെ ഭാഗം മാത്രമല്ല, മറിച്ച് അന്ന് ബഹുമാനനായിട്ടുള്ള ആനാവൂർ നാഗപ്പൻ, നമ്മൾ ഗുരുക്കന്മാരെ തള്ളി പറയാൻ പാടില്ലല്ലോ, അദ്ദേഹം എൻ്റെ ഗുരുവാണ്. ഇപ്പോഴും ആനാവൂർ ഗുരുവായി കാണുന്നുണ്ടോ? നമുക്ക് നല്ലത് പറഞ്ഞു തന്ന എല്ലാ മനുഷ്യരും നമ്മളെ ഗുരുക്കന്മാരല്ലേ. അവർ രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ നമ്മൾ ഗുരുസ്ഥാനം കൊടുക്കുന്നത്. നമുക്ക് നന്മ പറഞ്ഞു തരുന്ന, നല്ലത് പറഞ്ഞു തരുന്ന എല്ലാ മനുഷ്യരും നമ്മൾ ഗുരുക്കന്മാർ തന്നെയാണ്. നമുക്കതിൽ ഗുണമുണ്ടാവുന്നുണ്ടോ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരുന്നുണ്ടോ, നമ്മുടെ മനസ്സ് വളരുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അതിൽ നമ്മൾ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടാകുന്നത്. എത്രയോ ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഗുരുക്കന്മാരെ നമ്മൾ ഗുരുക്കന്മാരായിട്ട് കാണുന്നില്ല ഈ നാട്ടിൽ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഈ പറയുന്ന, നിങ്ങൾ ഈ ഉദ്ഭവിച്ച വാക്ക് വെട്ട് എന്ന് പറയുന്ന അത് സാധനം അവിടെ ഉണ്ട്. അതോടൊപ്പം നമ്മളെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ ആനാവൂർ നാഗപ്പൻ എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല എന്ന് പറയുന്നത്, നിങ്ങളെല്ലാം കഴിഞ്ഞ കുറേ ദശകങ്ങളായിട്ട് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്കൃത കോളേജ്, ആർട്സ് കോളേജ്, തിരുവനന്തപുരം സിറ്റി കേന്ദ്രീകരിച്ചുള്ള ഹോസ്റ്റൽ, ഇവിടെയെല്ലാം നിങ്ങളെല്ലാം ആരോപിക്കുന്നത് പോലെ ഈ പറയുന്ന മയക്കുമരുന്ന് ഗ്യാങ്ങുകൾ, ഗുണ്ടാ ഗ്യാങ്ങുകൾ, ഇതിനെയെല്ലാം സംഘടനാപരമായി അവർ SFIയുമായി എന്തെങ്കിലും അഫിലിയേഷൻ ഉണ്ടെങ്കിലോ അതിലുള്ള ആൾക്കാരുണ്ടെങ്കിലോ അവരെല്ലാം ഇതിൽ നിന്ന് മാറ്റണം. അതിനകത്തൊരു സ്ക്രൂട്ടണിങ് കൊണ്ടുവരണം. ഈ പറയുന്ന ക്യാമ്പസുകൾക്കകത്തും ഹോസ്റ്റലുകൾക്കകത്തും ഈ പറയുന്ന ഡ്രഗ് പെഡലിങ്ങുമായി ബന്ധപ്പെട്ട് SFIക്കാർ അതിലുണ്ടാകാൻ വേണ്ടി പാടില്ല. മറ്റുള്ളവരുണ്ടെങ്കിൽ നിയമപരമായി അതിനെ കൈകാര്യം ചെയ്യാനും SFI മുൻനിർത്തി ഇറങ്ങണം. സ്വാഭാവികമായിട്ട് ജില്ലാ സെക്രട്ടറി ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി എടുത്ത ഈ തീരുമാനം SFIയുടെ ഫ്രാക്ഷനിൽ വെച്ച് നമ്മൾ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു. നടപ്പാക്കാൻ ഇറങ്ങി. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലും സംസ്കൃത കോളേജിലും ഹോസ്റ്റലിലുമൊക്കെ വർഷങ്ങളായി, നിങ്ങൾക്ക് എന്നെ അറിയാം, വർഷങ്ങളായി എത്രയോ PG ചെയ്തിട്ടും അവിടെ നിന്ന് പാസ്സാവാതെ റീഅഡ്മിഷൻ എടുത്ത് അവിടെ പഠിക്കുന്ന എത്രയോ SFI നേതാക്കന്മാർ, ഇപ്പോഴേ നേതാക്കന്മാർ, അതായത് അവിടെയൊക്കെ ക്ലെയിം ചെയ്തതിൻ്റെ ഒരു പ്രതികാരമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് എൻ്റെ ചുരുക്കം. അതെ, അതാണ്. അന്ന് മദ്യപിച്ചിരുന്നില്ല, ഒരിക്കലുമില്ല. ഡാൻസ് കളിച്ചു. അത് പിന്നെ ഡാൻസ് അല്ല, ഞാൻ ചോദിച്ചാ ഡാൻസ് കളിച്ചു, മദ്യപിച്ചിരുന്നില്ല? അല്ല, ഇതിനൊരു വിനോദാഭാസം എന്ന് പറയുന്നത്, അന്നത്തെ ഇൻ്റർപ്രിട്ടേഷൻ ഡാൻസ് കളിച്ചാൽ അയാൾ മദ്യപിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ ഞാൻ നൃത്തം ചെയ്യും. അതിപ്പോൾ പ്രത്യേകിച്ച് വേറെ തമാശ എന്ന് പറയുന്നത്, ആ ഒരു വീഡിയോ വരാൻ വേണ്ടിയുള്ള കാരണം കൂടെ പറയാം. നിങ്ങളത് കൊടുക്കുക അതിൻ്റെ കാര്യം പറയാൻ വേണ്ടി നിങ്ങൾക്കൊരു ആർക്കൈവിൽ ഇരുന്നോട്ടെ. അപ്പോൾ എൻ്റെ ശരീരഘടന നിങ്ങൾക്കറിയാം. ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ സംഘടനാ പ്രവർത്തനത്തിനകത്ത് സംഘടനാ പ്രവർത്തനത്തെ ലൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ കൃത്യമായി തീരുമാനങ്ങൾ എടുത്തു പോകുന്ന ഒരാളാണ്. അങ്ങനെയായിരുന്നു എൻ്റെ രീതി, അങ്ങനെ ഞാൻ പഠിച്ചത്. അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താങ്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വയസ്സ് മുതൽ ഇതിൻ്റെ ചുമതലയിലാണ്. ഇന്നെനിക്ക് 27 വയസ്സാണ്. ഈ 17 വർഷം എൻ്റെ സുഹൃത്തുക്കളാരാണ്? ഞാൻ കേട്ട കാര്യങ്ങൾ എന്താണ്? എല്ലാം ഈ CPM-ഉം SFI അല്ലേ? ഓക്കെ, അതാണ് ചെറുപ്പകാലത്ത് മുതൽ SFI ആയിരുന്നു. പിന്നീട് ബുദ്ധി വികസിച്ചു വരുന്ന ഒരു സമയത്ത് ആ ചിന്തകൾ മാറി, അങ്ങനെ BJP-യിലേക്ക് മാറി എന്ന് പറയുന്നു. അടുത്ത ദിവസം ഇത് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് സമീപത്തുള്ള ഒരു ഷോളാണ്. അടുത്ത ദിവസങ്ങളിലും നിരവധി ആളുകൾ പാർട്ടിയിലേക്ക് വരും എന്നാണ് സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നത്. അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷോളുകളുമാണ്. ആരൊക്കെ വന്ന് ഇവിടെ ഇടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. റിപ്പോർട്ടർ റഹീസ് റഷീദ്,
ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.